SM സ്ട്രീറ്റിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോയപ്പോൾ 2-3 ദിവസം മുന്നേ കണ്ടതായിരുന്നു കേട്ടോ. ഈ മാനാഞ്ചിറ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് രാത്രിയായിരുന്നു കണ്ടത്. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ മാനാഞ്ചിറ സ്ക്വയറില്ലേ, ചിറയൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്, നമ്മുടെ ടൗൺ ഹാളിൻ്റെയൊക്കെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. വലിയവർക്ക് 80 രൂപയും ചെറിയവർക്ക് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. ചെറിയൊരു സ്ഥലമാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ, സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടേ, ഒന്ന് കയറി നോക്കാം. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അന്ന് കണ്ടത്. ഇപ്പം നമ്മൾ 4-5 മണീൻ്റെ ഉള്ളിലൊക്കെ ആട്ടോ വന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് പൂക്കളാണ്, നല്ല രസമുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ എൻട്രൻസിൽ വെച്ചത് അവിടുന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം പ്ലാസ്റ്റിക് പൂക്കളാട്ടോ അവിടെ ഉള്ളതൊക്കെ. അത് നല്ല രസമുണ്ട്, പല കളറിലുള്ള പൂക്കളിങ്ങനെ വെച്ചിട്ട്. രാത്രിയാകുമ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവേ. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അന്ന് കണ്ടത്. ഇന്നിപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല, കാരണം നമ്മൾ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ടേ. ഏപ്രിൽ 25 മുതൽ എന്നാണ് എഴുതിയത്, എത്ര വരെ എന്നുള്ളത് അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴാണ് തീരുക എന്നുള്ളത് അറിയില്ലേ. നമുക്കിത് അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ചെറിയൊരു സംവിധാനമുണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഇവരൊന്ന് മാറട്ടെ. ഇത് മുഴുവൻ പ്ലാസ്റ്റിക് പൂക്കളാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കാണാൻ വേണ്ടിയിട്ട് നല്ല കളർഫുള്ളായിരുന്നേ. ഇപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ മഴ പെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ മഴ പെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നത്. അപ്പോൾ അവർ മാറിയപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പാറക്കെട്ടുകൾ ഒക്കെ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ മീനുകളാണ് കേട്ടോ ഉള്ളത്, കുറച്ച് മീനുകളേ ഉള്ളേ. കുറേ കളറുള്ളൊരു മീനുകളില്ലേ, അതാണ് അത്. പക്ഷെ കുറച്ച് കളറൊക്കെ കുറഞ്ഞു പോയതുപോലെ ഉണ്ട് കേട്ടോ മീനിന്. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഓറഞ്ച് പച്ച അതൊന്നും കാണുന്നില്ല, അതെന്താ അറിയില്ല. ഒന്നും കൂടി പെയിൻ്റ് അടിക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരെ കളർ കണ്ടില്ലേ, ഒരു മങ്ങലില്ലേ കളറിന്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതാണ്. പിന്നെ അധികം മീനുകളൊന്നുമില്ല, ഒരു 5-6 ടൈപ്പ്. ഇത് രണ്ടാമത്തതാണ്. ഇതൊക്കെ കുറച്ച് വലിയ, പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് പേരൊന്നും അറിയില്ല കേട്ടോ. ആരും പോസൊന്നും ചെയ്തു തരുന്നില്ല കേട്ടോ. അവർക്കറിയില്ലല്ലോ 80 രൂപ മുടക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവരെ കാണാൻ വന്നതെന്ന്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിക്കുകയാണേ. ഇത് മൂന്നാമത്തെ തരത്തിലുള്ള മീനുകളാണ്. ഇതിൽ മഞ്ഞയും ഉണ്ട്, ഒരു സൈസ് ഒരു കറുപ്പിലിങ്ങനെ പുള്ളിയുള്ള മീൻ. ആ 2 ടൈപ്പേ ഉള്ളൂ കേട്ടോ ഇതിൽ. പിന്നെ ഈ മീനുകൾ ഇവർ എല്ലാവരും കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ നടുക്കായിട്ടിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. സിൽവർ കളറായതുകൊണ്ട് ഇതിങ്ങനെ നല്ലോണം തിളങ്ങുന്നും ഉണ്ടായിരുന്നു കേട്ടോ. മത്സ്യങ്ങൾ മാത്രമേ ഉള്ളൂ, മൃഗങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ. ഈ മീനുകൾ കഴിഞ്ഞാൽ ഇനി ഒരു ടൈപ്പ് മീനും കൂടെ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞുവേ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ സന്ധ്യയാകുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ വന്ന സമയമായതുകൊണ്ടാണേ. അപ്പോൾ ഈ മത്സ്യങ്ങളുടെ സെക്ഷൻ ഇതേ ഉള്ളൂ, ഇതും കൂടിയാണ് ലാസ്റ്റ്. അതോടുകൂടി ഈ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ആദ്യം അപ്പുറത്തേക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇത് വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുക്കായതുകൊണ്ട് ഇനിയുള്ളത് അങ്ങോട്ട് ഫുഡ് കോർട്ടാണേ. എല്ലാം ആക്കുന്നേ ഉള്ളൂ. പാനിപൂരി, പൊട്ടറ്റോ ഫ്രൈ, അതൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം ആക്കി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. തിരക്ക് വരാനാകുമ്പോഴത്തേക്ക് ആക്കാനായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, ഈ വെള്ളച്ചാട്ടം. നമ്മൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നതുകൊണ്ടാണോ അത് അതിന് മുന്നേ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്നറിയില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 80 രൂപയ്ക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യേ. വെള്ളച്ചാട്ടത്തിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. നല്ല ക്ലോറിൻ വാട്ടറാണേ, അത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചു വെക്കണേ, എന്നിട്ട് ചെരുപ്പൊന്നും ഇല്ലാതെയാണ് എല്ലാവരും കയറുന്നത് കേട്ടോ. ഞാൻ ഒന്ന് കയറാൻ ശ്രമിച്ചു. ഈ വട്ടം ഇല്ലേ, അത് ഭയങ്കര നമുക്ക് കാലിന് തറയ്ക്കുന്നത്, അത് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് കാലൊക്കെ വേദനയായതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. പിന്നെ കുഞ്ഞു ഒന്ന് എന്താ അറിയില്ല, എപ്പോഴും ചെരുപ്പിടുന്നയാളൊന്ന് ഷൂ ഇട്ടിട്ടാണേ വന്നത്. അതിൻ്റെ ഉള്ളിൽ സോക്സും ഉണ്ട്, അതുകൊണ്ട് അവളെന്തായാലും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് നമ്മൾ ആസ്വദിച്ചു. ഉറക്കെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വൈബുണ്ട് ഈ കുട്ടികൾക്ക്. അപ്പോൾ മാനാഞ്ചിറ എക്സ്പോ അല്ല ഫെസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ഏരിയ ഉള്ളൂ. അപ്പോൾ നിങ്ങളാരെയും വന്നിട്ടുണ്ടായിരുന്നോ എന്ന് പറയണം. ഇനി വരാൻ
ഉള്ളവർ വേണമെങ്കിൽ വന്നോളൂ.